ഹായ് ഫ്രണ്ട്സ്, ഹെർബാലൈഫ് ന്യൂട്രീഷനിലെ ഡൈജസ്റ്റീവ് ഹെൽത്തിന് വേണ്ടി സ്പെഷ്യലി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു അമേസിംഗ് പ്രൊഡക്റ്റായ സിംപ്ലി പ്രോബയോട്ടിക്കിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഇതാണ് സിംപ്ലി പ്രോബയോട്ടിക്. ഞാൻ അസ്മി, ന്യൂട്രീഷനിസ്റ്റ് ആൻഡ് വെൽനസ് ട്രെയിനർ, അതോടൊപ്പം ട്രിവാൻഡ്രം RCCയിൽ ഫാർമസിസ്റ്റായി വർക്ക് ചെയ്യുന്നു. നമ്മുടെ ആരോഗ്യവും അതിനോടൊപ്പം സന്തോഷവും ഒരേപോലെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു സ്പെഷ്യൽ പ്രൊഡക്റ്റാണ് സിംപ്ലി പ്രോബയോട്ടിക്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ കൊടുക്കാൻ പാകത്തിനാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വയറ് നന്നായാൽ ഉയിര് നന്നായി എന്ന് പറയാറുണ്ട്. കാരണം എല്ലാ അസുഖങ്ങളുടെയും അടിസ്ഥാന കാരണം പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തുടക്കം നമ്മുടെ വയറിൽ നിന്ന് തന്നെയാണ്. മനുഷ്യ ശരീരത്തിൽ കോടാനുകോടി കോശങ്ങളുണ്ട്. എന്നാൽ ഈ കോശങ്ങളെക്കാൾ കൂടുതൽ അളവിൽ മൈക്രോ ഓർഗാനിസംസ് ആണുള്ളത്. ഇതിൽ ബാക്ടീരിയ, ഫംഗസ്, വൈറസ്, പാരസൈറ്റ് അങ്ങനെ പലതുമുണ്ട്. എന്നാൽ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ബാക്ടീരിയാസിനെ കുറിച്ചാണ്. 1 സെൽ റെപ്രസെൻറ്റ്സ് 10 ബാക്ടീരിയ എന്നാണ് കണക്ക്. അപ്പോൾ തന്നെ നമ്മുടെ ബോഡിയിൽ ബാക്ടീരിയയുടെ പോപ്പുലേഷൻ്റെ അളവ് നമുക്ക് ഊഹിക്കാൻ സാധിക്കും. ഈ ബാക്ടീരിയാസ് ബോഡിയിൽ പല അവയവങ്ങളിലുമുണ്ട്. നമ്മുടെ സ്കിന്നിൽ, നോസിൽ, ഇയേഴ്സിൽ അങ്ങനെ പല അവയവങ്ങളിലുമുണ്ട്. എന്നാൽ ഒരു 70 to 80% നമ്മുടെ ഗട്ടിലാണ്, ദഹനേന്ദ്രിയ വ്യവസ്ഥ. അതുകൊണ്ടാണ് ഗട്ട് മൈക്രോബയോം എപ്പോഴും ഹെൽത്തി ആയിരിക്കണം എന്ന് പറയുന്നത്. ബാക്ടീരിയാസിനെ കുറിച്ച് പറഞ്ഞു. ഇതിൽ ഗുഡ് ബാക്ടീരിയാസും ബാഡ് ബാക്ടീരിയാസും ഉണ്ട്. ഒരു 80% ഗുഡ് ബാക്ടീരിയാസും 20% ബാഡ് ബാക്ടീരിയാസും ആണെങ്കിൽ നമ്മുടെ ഹെൽത്ത് ഓക്കെ ആയിരിക്കും. മറിച്ച് ബാഡ് ബാക്ടീരിയാസുടെ അളവ് കൂടുകയും ഗുഡ് ബാക്ടീരിയാസ് കുറവ് നിൽക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും. അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തിയുടെയും എയിം എന്ന് പറയുന്നത് ഗുഡ് ബാക്ടീരിയാസിനെ കൂട്ടുനിർത്തുക എന്നുള്ളതായിരിക്കണം. ഇതിനാണ് പ്രോബയോട്ടിക്സ് അഥവാ ഗുഡ് ബാക്ടീരിയാസിൻ്റെ പ്രാധാന്യം വരുന്നത്. നമ്മുടെ ബോഡിയിൽ ഗുഡ് ബാക്ടീരിയാസിൻ്റെ അളവ് കുറയാൻ പല കാരണങ്ങളുണ്ട്. പ്രധാനമായും നമ്മുടെ അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റ് തന്നെയാണ്. കൂടുതലായി ഹോട്ടൽ ഫുഡ് കഴിക്കുന്നു, പ്രോസസ്ഡ് ഫുഡ് എടുക്കുന്നു, ഹൈ കാലറി ഫുഡ് കഴിക്കുന്നു, ഷുഗറി ഫുഡ് കഴിക്കുന്നു. നമ്മുടെ ഫുഡ് ഹാബിറ്റ് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങളാണ് ഗുഡ് ബാക്ടീരിയാസ് ഏറെക്കുറെ കുറയാൻ ഒരു പ്രധാന കാരണം. മറ്റൊന്ന് അൺഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ, ചിട്ടയില്ലാത്ത ഒരു ജീവിതശൈലി. അതുപോലെ തന്നെ സ്ട്രെസ് അധികമായി. ഇന്ന് എന്തിനും ഏതിനും നമുക്ക് സ്ട്രെസ്സാണുള്ളത്. അപ്പോൾ ഈ സ്ട്രെസ് ലെവലും നമ്മുടെ ഗുഡ് ബാക്ടീരിയാസിനെ നശിപ്പിച്ച് കളയും. മറ്റൊന്ന് ബാഡ് ഹാബിറ്റ്സ്, ആൽക്കഹോൾ, സ്മോക്കിംഗ് തുടങ്ങിയ ബാഡ് ഹാബിറ്റ്സും ഗുഡ് ബാക്ടീരിയാസിനെ നശിപ്പിക്കുന്നു. പിന്നെ നമുക്കുണ്ടാകുന്ന ക്ലൈമറ്റ് ചേഞ്ച്. അപ്പോൾ ഈ ക്ലൈമറ്റ് ചേഞ്ചിലും ഗുഡ് ബാക്ടീരിയാസ് കുറഞ്ഞു പോയേക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള പല കാരണങ്ങൾ കാരണം നമുക്ക് ഗുഡ് ബാക്ടീരിയാസിൻ്റെ അളവ് കുറയും. അപ്പോൾ നമ്മൾ തീർച്ചയായും അവിടെ പ്രോബയോട്ടിക്സ് ആയിട്ടുള്ള നല്ല ബാക്ടീരിയാസിനെ ഡെയിലി ബേസിസിൽ നമ്മൾ സപ്ലിമെൻ്റ് ആയിട്ടോ ഫുഡായിട്ടോ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്തി കൊണ്ടുവരാൻ സാധിക്കൂ. ഇനി ഈ ഗുഡ് ബാക്ടീരിയാസ് ആയിട്ടുള്ള പ്രോബയോട്ടിക്സ് നമ്മുടെ ബോഡിയിൽ എന്തൊക്കെ ഫങ്ഷൻസിനാണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ സ്ട്രോങ് ആക്കി വയ്ക്കാൻ സഹായിക്കും. ബോഡിയിൽ കടന്നുകൂടുന്ന ബാക്ടീരിയാസ്, വൈറസ്, ടോക്സിൻസ് എന്നിവയെല്ലാം ഈ ഗുഡ് ബാക്ടീരിയാസ് അവയോടെല്ലാം പൊരുതി നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിച്ചു വയ്ക്കാൻ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് 70 to 80% ഇമ്മ്യൂൺ സിസ്റ്റവും നമ്മുടെ ഗട്ടിലാണ് എന്ന് പറയപ്പെടുന്നത്. മറ്റൊന്ന്, നാം കഴിക്കുന്ന ഭക്ഷണത്തെ ബ്രേക്ക് ഡൗൺ ചെയ്യാനും ദഹിപ്പിക്കാനും ഈ ഗുഡ് ബാക്ടീരിയാസ് സഹായിക്കുന്നു. അതുപോലെ തന്നെ ബോഡിക്ക് പ്രധാനമായും വേണ്ട ചില വൈറ്റമിൻസിൻ്റെ ഉൽപ്പാദനത്തിനും ഈ ഗുഡ് ബാക്ടീരിയാസ് കൂടിയേ തീരും. മറ്റൊന്ന്, നാം കഴിക്കുന്ന ഭക്ഷണത്തിലെ ന്യൂട്രിയൻസ് അഥവാ പോഷകങ്ങളെ വലിച്ചെടുക്കാനും ഗുഡ് ബാക്ടീരിയാസ് ഒരു പ്രധാന ഫങ്ഷൻ വഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്നതും ഈ ഗുഡ് ബാക്ടീരിയാസിന് ഒരു വലിയ പങ്കുണ്ട്. ബോഡിയിലെ ഹാപ്പി ഹോർമോണായിട്ടുള്ള സെറട്ടോണിൻ, അത് ഒരു 90% പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ കുടലിലാണ്. ഈ ഗുഡ് ബാക്ടീരിയാസ് കുടലിനകത്തുള്ള സെല്ലുകളെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ടാണ്
ഈ ഹാപ്പി ഹോർമോൺ ആയിട്ടുള്ള സെറട്ടോണിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സന്തോഷം അനുഭവിക്കണമെങ്കിലും നമ്മുടെ മൂഡിനെ കറക്റ്റാക്കി വെക്കണമെങ്കിലും ഈ ഗുഡ് ബാക്ടീരിയാസ് കൂടിയേ തീരൂ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വ്യക്തിയുടെ ആരോഗ്യത്തിനും സന്തോഷത്തിനും ഒരേപോലെ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു വിഭാഗമാണ് പ്രോബയോട്ടിക്സ് അഥവാ ഗുഡ് ബാക്ടീരിയാസ്. പ്രോബയോട്ടിക്സ് ആർക്കൊക്കെയാണ് എടുക്കേണ്ടത്? അത് വലിയൊരു ക്വസ്റ്റ്യനാണ്. ഞാൻ പറയും, ഇന്ന് ജീവിച്ചിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും പ്രോബയോട്ടിക് അത്യാവശ്യമാണ്. നമ്മുടെ ഹെർബാലൈഫ് ന്യൂട്രീഷനിലെ പ്രോബയോട്ടിക്കിൻ്റെ പ്രത്യേകത മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ കൊടുക്കാൻ പാകത്തിനാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മുടെ ആരോഗ്യവും സന്തോഷവും നിലനിർത്താൻ സഹായിക്കുന്ന ഒരു സപ്ലിമെൻ്റാണ് സിംപ്ലി പ്രോബയോട്ടിക്. അപ്പോൾ എല്ലാവർക്കും, ആരോഗ്യം ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഈ ഒരു സപ്ലിമെൻ്റ് എടുക്കാം. ഇനി നെക്സ്റ്റ്, ആൻറ്റിബയോട്ടിക് യൂസ് ചെയ്യുന്ന ആളുകൾ പല കാരണങ്ങൾ കൊണ്ട് ആൻറ്റിബയോട്ടിക് എടുക്കേണ്ട സന്ദർഭം പല ആളുകൾക്കും ലൈഫിൽ എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ഈ ആൻറ്റിബയോട്ടിക്സ് എടുക്കുന്നതോടൊപ്പം പ്രോബയോട്ടിക്സ് എടുക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ആൻറ്റിബയോട്ടിക് എടുക്കുമ്പോൾ നമ്മുടെ ബോഡിയിലെ ഗുഡ് ബാക്ടീരിയാസും നശിച്ചു പോകും. അത് റിക്കറൻ്റായിട്ട് ഇൻഫെക്ഷൻസ് വരാൻ കാരണമായേക്കാം. സോ ആൻറ്റിബയോട്ടിക് എടുക്കുന്ന സന്ദർഭങ്ങളിൽ തീർച്ചയായും പ്രോബയോട്ടിക് കൂടെ അതിനോടൊപ്പം എടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി സ്ത്രീകൾക്ക് കോമണായി കണ്ടുവരുന്ന വജൈനൽ ഇൻഫെക്ഷൻ, വൈറ്റ് ഡിസ്ചാർജ് തുടങ്ങിയ സന്ദർഭങ്ങളിലും ഈ പ്രോബയോട്ടിക് എടുക്കാവുന്നതാണ്. മറ്റൊന്ന്, നമ്മുടെ മൂഡ് സ്വിങ്സ്, ഇടയ്ക്കിടയ്ക്കുണ്ടാകുന്ന ദേഷ്യം അല്ലെങ്കിൽ സങ്കടം, സന്തോഷം ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല, അത്തരത്തിലുള്ള മൂഡ് സ്വിങ്സ് ഉള്ള ആളുകൾക്കും പ്രോബയോട്ടിക് നല്ലൊരു സപ്ലിമെൻ്റാണ് അവരുടെ മൂഡ് സ്വിങ്സിൽ നിന്നും റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. മറ്റൊന്ന്, ഹെയർ ഫോൾ ഉള്ള ആളുകൾ, അവർക്കും പ്രോബയോട്ടിക് സപ്ലിമെൻ്റ് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഏറ്റവും പ്രധാനമായും നമ്മുടെ ഹെർബാലൈഫ് ന്യൂട്രീഷനിലെ ഡൈജസ്റ്റീവ് ഹെൽത്തിന് വേണ്ടിയാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, അത് അസിഡിറ്റി, കോൺസ്റ്റിപ്പേഷൻ, ഇൻഡൈജഷൻ എന്തും ആവട്ടെ, അങ്ങനെ ദഹന സംബന്ധമായ പ്രശ്നങ്ങളുള്ള എല്ലാവർക്കും ഒരു ഉത്തമ പരിഹാരമാണ് പ്രോബയോട്ടിക്സ്. അതുപോലെ തന്നെ ദഹന സംബന്ധമായ ഇഷ്യൂസ് ഉള്ള ആളുകൾ, അത് എന്താണെങ്കിലും ആ സിംറ്റംസ് നമ്മൾ അവഗണിക്കരുത്. കാരണം ഈ ഒരു സിംറ്റംസ് അവഗണിച്ചു കഴിഞ്ഞാൽ കാലക്രമേണ അതൊരു വലിയ ഡിസീസായി മാറാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സ്കിൻ ഡിസീസ് ഇന്ന് കോമൺ ആയി കണ്ടുവരുന്നു. പലതരത്തിലുള്ള സ്കിൻ ഡിസീസ്, അത് ചൊറിച്ചിലായിക്കോട്ടെ അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് ഉള്ളതായിക്കോട്ടെ, അങ്ങനെ പലതരത്തിലുള്ള സ്കിൻ ഡിസീസ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾക്കും പ്രോബയോട്ടിക്സ് നല്ലൊരു സൊല്യൂഷനാണ്. കാരണം ഈ സ്കിൻ ഡിസീസ് ഉണ്ടാകുന്നതിനും ഒരു അടിസ്ഥാന കാരണം നമ്മുടെ വയറിനകത്തുള്ള ഗുഡ് ബാക്ടീരിയാസ്, ആ ഒരു പോപ്പുലേഷൻ്റെ അളവ് കുറയുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ സാഹചര്യങ്ങളിലെല്ലാം നമുക്ക് ഗുഡ് ബാക്ടീരിയാസ് നല്ല ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ തരുന്നതായാണ് കണ്ടുവരുന്നത്. അതുപോലെ തന്നെയാണ് എച്ച് പൈലോറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഇന്ന് വളരെ കോമൺ ആയി കണ്ടുവരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഫെക്ഷനുള്ള ആളുകൾക്കും റെക്കറൻ്റായി ഇൻഫെക്ഷൻ വന്നു പോകുന്ന ആളുകൾക്കും പ്രോബയോട്ടിക് ഒരു സൊല്യൂഷനായി കൊടുക്കാം. മറ്റൊന്ന്, ഉറക്കക്കുറവുള്ള ആളുകൾ. ഇന്നും ഉറക്കക്കുറവുള്ള ആളുകൾ ദിനം പ്രതി കൂടി വരുന്നു. അപ്പോൾ നമ്മുടെ ഉറക്കവും ഗുഡ് ബാക്ടീരിയാസും തമ്മിൽ വളരെ വലിയ കണക്ഷനുണ്ട്. ഉറക്കക്കുറവുള്ള ആളുകൾക്കും പ്രോബയോട്ടിക് നല്ലൊരു സൊല്യൂഷനാണ്. അപ്പോൾ ഇത്രയധികം ഹെൽത്ത് ബെനിഫിറ്റ് നൽകുന്ന ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ സിംപ്ലി പ്രോബയോട്ടിക്. ഇനി പ്രോബയോട്ടിക് ഫുഡ്സ് ധാരാളമുണ്ട്. ഉദാഹരണത്തിന് തൈര്, മോര്, പഴങ്കഞ്ഞി, പുളിപ്പിച്ച ഭക്ഷണങ്ങൾ, അച്ചാറുകൾ എന്നിവയിലെല്ലാം പ്രോബയോട്ടിക് അഥവാ ഗുഡ് ബാക്ടീരിയാസ് അടങ്ങിയിട്ടുണ്ട്. എന്നാൽ അവിടെ ഒരു പ്രശ്നം വരുന്നത്, ഈ ഭക്ഷണങ്ങളിലുള്ള ഗുഡ് ബാക്ടീരിയാസ് നമുക്ക് കൃത്യമായ അളവിൽ നമ്മുടെ ഗട്ട് മൈക്രോബയോമിലെത്തുകയും അവിടെ ഗുഡ് ബാക്ടീരിയാസിൻ്റെ പോപ്പുലേഷൻ കൂട്ടാനുള്ള ഒരു സാഹചര്യം കുറവാണ്. കാരണം നാം കഴിക്കുന്ന ഫുഡ് അത് വയറിലെത്തി അവിടെയുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ് ഈ ഗുഡ് ബാക്ടീരിയാസിനെ നശിപ്പിക്കും. എന്നിട്ട് വളരെ കുറച്ചളവ് മാത്രമേ നമ്മുടെ കുടലിലെത്തുകയുള്ളൂ. കുടലിലെത്തിയാൽ മാത്രമാണ് ഞാനീ പറഞ്ഞ പ്രോബയോട്ടിക്സിൻ്റെ ഗുണങ്ങളെല്ലാം നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്തരമൊരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് നമുക്ക് ഒരു സപ്ലിമെൻറ്റിനെ ആശ്രയിക്കേണ്ടി വരുന്നത്. അവിടെയാണ് ഹെർബാലൈഫ് ന്യൂട്രീഷനിലെ സിംപ്ലി പ്രോബയോട്ടിക് നമുക്ക് യൂസ്ഫുൾ ആകുന്നത്. ഇതിന് ധാരാളം പ്രത്യേകതകളുണ്ട്. നാം കോമണായി നോർമൽ ഫുഡിൽ കൂടി എടുക്കുന്ന പ്രോബയോട്ടിക്കിനെ അപേക്ഷിച്ച് ഇതിനകത്തുള്ള പ്രോബയോട്ടിക് നമുക്ക് ഫുള്ളായിട്ട് ബോഡിയിൽ ലഭിക്കും.
ഹെർബാലൈഫ് ന്യൂട്രീഷനിലെ പ്രോബയോട്ടിക് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഇത് ഇങ്ങനെ ഒരു ബോക്സിലാണ് വരുന്നത്. ഇതിനകത്ത് 30 സാഷയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് പ്രോബയോട്ടിക്. അപ്പം ഇത് 1 ഗ്രാമിൻ്റെ സാഷയാണ്. അപ്പം ഈ 1 ഗ്രാമിൽ 2 ബില്യൺ ഗുഡ് ബാക്ടീരിയാസ് ആണ് അടങ്ങിയിട്ടുള്ളത്. ഇതിന് പ്രത്യേകിച്ച് കളറോ ഫ്ലേവറോ ടേസ്റ്റോ സ്മെല്ലോ അങ്ങനെ ഒന്നുമില്ല. 100% പ്യുവർ ആയിട്ടുള്ള ഗുഡ് ബാക്ടീരിയാസ് ആണ്. അപ്പോൾ ഈ 2 ബില്യൺ ഗുഡ് ബാക്ടീരിയാസും നമുക്ക് ഉപയോഗപ്രദമായി മാറുന്നു എന്നത് തന്നെയാണ് ഹെർബാലൈഫ് ന്യൂട്രീഷനിലെ പ്രോബയോട്ടിക് മറ്റ് പ്രോബയോട്ടിക്കുകളിൽ നിന്നും വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. ഇത് ചൂടിനെയും തണുപ്പിനെയും സർവൈവ് ചെയ്യും. നമുക്കിത് ഹോട്ട് വാട്ടറിലും കോൾഡ് വാട്ടറിലും എടുക്കാവുന്നതാണ്. ഒരു 350 ml വെള്ളം എടുക്കുക. അതിലേക്ക് ഫൈൻ പൗഡറാണ്. അപ്പം ഇത് ഒരു സാഷെ 1 ഗ്ലാസ് 350 ml വാട്ടറിൽ മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തിട്ട് കുടിക്കുക. പിന്നെ നമുക്ക് അഫ്രഷിനോടൊപ്പം എടുക്കാം, അതുപോലെ തന്നെ ഷെയ്ക്കിനോടൊപ്പം എടുക്കാം, പിന്നെ കോൾഡോ ഹോട്ട് വാട്ടറിലോ എടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ഏറ്റവും വലിയ പ്രത്യേകത കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ കൊടുക്കാൻ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ നമ്മുടെ പ്രോബയോട്ടിക്കിനകത്തുള്ള ഈ 2 ബില്യൺ ഗുഡ് ബാക്ടീരിയാസും വയറിനുള്ളിലെ ഹൈഡ്രോക്ലോറിക് ആസിഡിൽ നിന്നും സർവൈവ് ചെയ്ത് നേരെ ഇൻറ്റസ്റ്റൈനിലെത്തും. അവിടെ നമ്മുടെ ഈ ബാക്ടീരിയൽ പോപ്പുലേഷൻ കൂട്ടും. അതുവഴി ഞാൻ നേരത്തെ പറഞ്ഞ പ്രോബയോട്ടിക്സിൻ്റെ എല്ലാ ഗുണങ്ങളും ബോഡിയിൽ ലഭിക്കുന്നതാണ്. അപ്പം ഈ പ്രോബയോട്ടിക്കിൽ 30 സാഷയാണ് വരുന്നത്. ഒരാൾക്ക് 1 മന്ത് ഉപയോഗിക്കാൻ സാധിക്കും. എനി ടൈം യൂസ് ചെയ്യാം. നമുക്ക് എപ്പോഴാണോ കൺവീനിയൻറ്റ് ആ രീതിയിൽ യൂസ് ചെയ്യാം. അപ്പോൾ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്, ഹെൽത്തി ആയിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കണം എന്നാഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് അതിനെ സഹായിക്കും. എപ്പോഴും ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഒരു ട്രെയിൻഡ് കോച്ചിൻ്റെ അഡ്വൈസോടുകൂടി യൂസ് ചെയ്യുക. താങ്ക് യു.